ഹായ് നമസ്കാരം. നമ്മളെ ആ ചണ്ഡിയ ഹോമത്തിൻ്റെ അനുബന്ധമായിട്ട് തലേ ദിവസത്തെ ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോയിൽ മുഴുവനും ചണ്ഡിയ ഹോമത്തിൻ്റെ പരിപാടികളാണ്, ഫോട്ടോ ആയാലും വീഡിയോ ആയാലൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ കൊല്ലൂർ മൂകാംബിയിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ തന്നെയാണ് ചണ്ഡിയ ഹോമത്തിൻ്റെ യോനി കൊണ്ടുമായിട്ട് നമ്മൾ നിർമ്മിച്ചേക്കാം. അപ്പം അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ വെച്ച് കോല് കണക്കൊക്കെ എടുത്ത് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ ശരിയാക്കിയത്. വേറെ ഇഷ്ടിക മുറിക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ, കറക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പം അതങ്ങനെ കഴിഞ്ഞ് നമ്മൾ കലശം വെക്കാനായിട്ട് പത്മം വരക്കാനായിട്ട് പോയപ്പോഴത് ശ്രീചക്രം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീചക്രം വരക്കാനായിട്ട് നമ്മൾക്ക് ഇത്തിരി പ്രയാസമുള്ളതാണല്ലോ മറ്റേത് പത്മങ്ങൾ വരക്കുന്നതിനെക്കാട്ടിലും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പത്മങ്ങളിൽ നിന്നൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു വിഷയമാണല്ലോ ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ണി അത് ഇടയ്ക്ക് വരക്കുന്നതായതുകൊണ്ട് കറക്റ്റ് ആ ഒരു അളവും അല്ലെങ്കിൽ ആ വരക്കേണ്ട രീതിയൊക്കെ ഉണ്ണിക്ക് ഏകദേശം അറിയായിരുന്നു. അതങ്ങനെ ഉണ്ണിയാണ് പത്മത്തിൻ്റെ വരക്കണ പരിപാടിയൊക്കെ നോക്കിയത്. അപ്പം അങ്ങനെ വരച്ചൊരു വിധം ആയി കഴിഞ്ഞപ്പോൾ കളറുകൾ ഓരോന്ന് യോജിപ്പിക്കാനായിട്ട് നമ്മളും കൂടി ഇരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരഷ്ടകളം വരക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊടിയുന്ന നേരം കൊണ്ട് ഉണ്ണി അപ്പുറത്തേക്ക് പോയി. ഉണ്ണി അത് ഒറ്റയ്ക്ക് തന്നെ വേഗത്ത് തീർത്തിട്ട. അപ്പോഴേക്കും ഞാനിവിടെ ഏകദേശം ശ്രീചക്രത്തിൻ്റെ ഒരു രൂപരേഖയായി. പിന്നെ അങ്ങോട്ട് പത്മങ്ങൾ കറക്റ്റ് ആ ഒരു രീതിക്ക് വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്ട് ഈ നിൽക്കണ നിതിനെത്തിയപ്പോൾ വൈകുന്നേരം 4 മണിയായി. രാവിലെ എത്തിക്കോളേട്ടാന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെ ഇത് കണ്ടു നിൽക്കുന്ന നേരത്ത് നിതിനെ വഴക്കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വരാൻ വൈകിയതിൻ്റെ പേരിൽ. അതാണ് ആ ഒരു എക്സ്പ്രഷനൊക്കെ പുള്ളിടാം. അപ്പോഴേക്കും വേണ്ട ഡ്രസ്സൊക്കെ മാറി വന്ന് സഹായിക്കാനായിട്ട് നിന്നട്ടാ. എല്ലാവരും കൂടി കാര്യങ്ങൾ വേണ്ടേ ചെയ്തു. പത്മം വരക്കാൻ മാത്രമാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം വേണ്ടി വന്നത്. ശ്രീചക്രായതിൻ്റെ പേരിൽ അത് അതിൻ്റേതായ ഒരു രീതിക്ക് വരച്ച് ഏകദേശം നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് വരച്ച് പൂർത്തീകരിച്ചതായിട്ടുള്ളൊരു ശ്രീചക്രത്തിൻ്റെ ആ പത്മം. അതിൻ്റെ ഇടയിൽ നമ്മൾ കലശം സ്ഥാപിക്കാനുള്ള ചെയ്തു. കലശം ഭംഗിയായിട്ടൊക്കെ ഒരുക്കി ചെയ്തു. ഏകദേശം ഈ ഒരു രീതിയിലേക്കൊക്കെ ആയി. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് അരവണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അരവണ ഉണ്ടാക്കി. അപ്പം ഏകദേശം ഫുള്ളായിട്ട് ഒരുക്കങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അതുപോലെ ഗണപതി ഹോമത്തിന് അപ്പുറത്തൊരു കുണ്ടം വേറെ ഉണ്ടാക്കിയിട്ട് ഗണപതി യന്ത്രം വരച്ച്